താങ്ക് യു. കേക്ക് വാങ്ങാൻ പോവല്ലേ? എന്നാലും എന്നെ വിളിക്കും, ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അയ്യോ സർപ്രൈസ്! ഹാപ്പി ബർത്ത്ഡേ കുടു. I love you. You like it? Then do a guess say. Guess. എന്തുവാണ് guess say? ഗിഫ്റ്റ് ഇടത് കൊടുവാനുള്ളത്. ഇത് എന്തുട്ടത്? ഉടുപ്പാണോ? ഡ്രസ്. സ്പൈഡർമാൻ ഡ്രസ് അല്ലേ? അവ തുറന്ന് കാണിച്ചു തരാം. ഓക്കെ. ഇന്ന് ഞങ്ങളുടെ കുടുവിൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് അമ്മ ഉണ്ടായിരുന്നു. നമ്മൾ ഉസ്താദ് ഹോട്ടലിൽ വെച്ചിട്ടാണ് ബർത്ത്ഡേ നടത്തിയത്. ഇതാണ് നമ്മൾ വീട്ടിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വളരെ കുറച്ച് ഫ്രണ്ട്സായിട്ടൊരു കുഞ്ഞു പരിപാടി ആട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ്. കുടു ഭയങ്കര സ്പൈഡർമാൻ ഫാനാണ്. അപ്പോൾ കുടുവിന് എല്ലാ സ്പൈഡർമാൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമ്മൾ സ്പൈഡർമാൻ്റെ തന്നെ ഒരു ഉടുപ്പൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മുടെ കേക്കും സ്പൈഡർമാൻ തീമിലുള്ളതാണ്. എല്ലാ സംഭവങ്ങളും സ്പൈഡർമാൻ്റെ തീമിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിമ്മു ആണ് വന്നത്. ചിമ്മു നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുകളിലാണ് ഫ്ലാറ്റിലുള്ളത് കേട്ടോ. അപ്പോൾ ചിമ്മുവിൻ്റെ അമ്മയാണ് ഏറ്റവും ആദ്യം വന്നത്. ആദ്യം നമ്മുടെ ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഷിനി ചേച്ചി കുടു ഷിനി ചേച്ചിന് ഉമ്മച്ചി എന്നാട്ടോ വിളിക്കുക. അപ്പോൾ ഉമ്മച്ചി ആദ്യം തന്നെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി വന്ന് നമ്മൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പായസം വീട്ടിൽ വെക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഉമ്മച്ചീനെ ഞാൻ പായസപ്പണി ഏൽപ്പിച്ച് കൊടുത്തേക്കായിരുന്നു. അപ്പോൾ ഉമ്മച്ചി അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ചിമ്മും അമ്മയും വന്നിട്ട് കുടുവിനുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുക കേട്ടോ. എന്താ സ്ലൈറ്റ് കിട്ടി ബേബിക്ക്. കുടുവിൻ്റെ ആദ്യത്തെ സ്ലൈറ്റ് ആണ് അല്ല കുട? ഓക്കേ ഹാപ്പി താങ്ക് യു പറഞ്ഞാലിക്ക്. ഇത് കുടുവിൻ്റെ ജുബിയാൻ്റി കേട്ടോ. ജുബിയാൻ്റിയും അഹാനോട് എപ്പോഴും വരും. അഹാനും കുടുവും നമ്മുടെ ഇഷിമോളും ആണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അവർ 3 ആളാണ് എപ്പോഴും ഭയങ്കര കളി, എപ്പോഴും ഒരുമിച്ചുണ്ടാവണം 3 ആൾക്കാർ. അപ്പോൾ ഇഷി ബേബിയും അഹാനും ഇല്ലാണ്ട് കുടുവില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മുടെ പങ്കു കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കുടുവിൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പങ്കു എല്ലാവരും കുടുവിന് ഗിഫ്റ്റുകൾ കൊടുക്കുക കേട്ടോ. കുടുംബം ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളാണെങ്കിൽ അടി കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് 1 മണിക്കൂർ ഇളക്കിയിട്ട് പാല് തിളയ്ക്കണില്ല. അങ്ങനെ ഞങ്ങൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഞങ്ങൾ അവസാന വട്ട പായസ പരിപാടികളിലാണ് കേട്ടോ. ഇളക്കി ഉമ്മച്ചൊരു വിധമായിട്ടുണ്ട്. അപ്പോൾ ഒരു വിധം എല്ലാവരും വന്നു. ഇനി അൽത്തും പാത്തും മാത്രമേ വരാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പിള്ളേരുടെ കളിയും അവരുടെ വർത്താനവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും ഒക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ മുകളിലാണെങ്കിൽ ക്യാമ്പസ് സ്ട്രീറ്റ് മുകളിലാണെങ്കിൽ പുതിയ ഫാമിലിയൊക്കെ വന്നേ ഉള്ളൂ. അപ്പോൾ പരസ്പരം പരിചയപ്പെട്ടിട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടല്ലേ, വർത്താനം പറയല്ലേ, വിശേഷങ്ങൾ പറയലൊക്കെ ആയിരുന്നു. അതിനിടയിൽ നമ്മുടെ പിള്ളേർക്കൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഐസ്ക്രീം തിന്നെയാണ്, കൂടുതൽ തിന്നുന്നുണ്ട്. പിള്ളേർക്കൊക്കെ ഐസ്ക്രീം കൊടുത്ത് ആദ്യത്തെ വട്ട ഐസ്ക്രീം പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇഷി ബേബി വന്നോടുകൂടി കുടു ഓണായി. അവർ രണ്ടാളും ഭയങ്കര ഒരു പ്രത്യേക ബോണ്ടാണ് രണ്ടാളും തമ്മിൽ. ഇപ്പോൾ ഇഷിബേബിനെ കണ്ടില്ലേ കുടുവിൻ്റെ അടുത്ത് കൊണ്ടുവരാം, അമ്മ വീഡിയോ കോൾ വിളിക്കുന്നതായിട്ട് ഇഷിബേബിനെ കാണണം. രണ്ടാളും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ചില നേരത്ത് മറ്റേ കുടുടുത്ത കളിപ്പാട്ട് ഇഷിബേബിക്ക് വേണം, ഇഷിബേബി എടുത്ത കളിപ്പാട്ട് കുടുന്ന് വേണമെന്ന് പറഞ്ഞാൽ രണ്ടാൾ തല്ലൊക്കെ കൂടില്ല എന്നൊന്നല്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ രണ്ടാളും തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷിബേബി വന്നതോടുകൂടി എല്ലാവരും ഒന്ന് ഉണർന്നു. ഒരൊറ്റ മിനിറ്റും കൂടി വേണം. എന്തോ അച്ചോട്ടനെ പോലെ തന്നെ മധുരം ബാലൻസ് ആവാൻ മാറിടാ കുടുമാറി. ചേച്ചി കേട്ടാ ഞാൻ ഉണ്ടാക്കിയ പായസം ഇപ്പൊ പറ ഷിനി ചേച്ചി ഉപ്പിട്ടിട്ട് പോയിന്ന്. പാവന്റെ ഷിനി ചേച്ചി വന്നപ്പോ തൊട്ട് അതിനെ പിടിച്ച് നിർത്തിയിരിക്കണത്. ആ
ചാടി കുഞ്ഞാൽ താപ്പ് വിളിക്കണേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ കുടുവിനെ ആദ്യമായിട്ട് കണ്ട ഒരു നിമിഷം തന്നെയാണ്. എനിക്ക് ബേബി ഗേളാണെന്ന് പറഞ്ഞൊരു മൊമെൻ്റാണ് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്. അപ്പോൾ ആ ദിവസം ഞങ്ങളുടെ കുടുവിനെ ഞങ്ങൾക്ക് കിട്ടിയൊരു ദിവസം എന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം. അപ്പോൾ അത് കുടുവിൻ്റെ ഇഷ്ടത്തിന് കുടുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്പൈഡർമാൻ്റെ കേക്കും കുടു ചൂസ് ചെയ്ത ബലൂണുകളും എല്ലാം കൊണ്ട് കുടുവിന് ഏറ്റവും ഹാപ്പിയാക്കി അവളെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് പേരൊക്കെ വിളിച്ച് കേക്കൊക്കെ മുറിച്ചത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കേക്ക് മുറിച്ച സമയത്ത് നമുക്ക് വീട്ടിലേക്ക് വിളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞങ്ങൾ അമ്മേനെയൊക്കെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കുടു എല്ലാവർക്കും കേക്ക് കൊടുക്കട്ടെ. കുടു ഭയങ്കര ഇഷ്ടമാണ് കുടുവിന് ഹാപ്പി ടു യു, കേക്ക് മുറിക്കുക, ബലൂൺ വാങ്ങുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. കുടുവിന് പൊതുവെ മധുരം ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ പിള്ളേരുടെ കൂടെ എല്ലാവരും കൂടെ ഇരുന്ന് കേക്ക് കഴിക്കാൻ, ബർത്ത്ഡേ കേക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെല്ലാ പിള്ളേരെയും പിടിച്ച് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് എല്ലാവർക്കും കേക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ കുടു ഇരുന്ന് കഴിച്ചോളും. പ്രത്യേകിച്ച് ഇഷു ബേബി കൂടെ ഉണ്ടെങ്കിൽ രണ്ടാളും കൂടെ അങ്ങ് ഇരുന്ന് കഴിച്ചോളും കേട്ടോ. നമ്മൾ സ്പൈഡർമാൻ തീമിന് നോക്കിയിട്ടാണ് കേട്ടോ പ്ലേറ്റും ചൂസ് ചെയ്തത്. പക്ഷേ കുറച്ച് ചെറുതായി പോയോ എന്ന് തോന്നി. വാങ്ങിയ സമയത്ത് എനിക്ക് ഇത്ര ചെറുതാണെന്ന് ഫീൽ ചെയ്തില്ല, പക്ഷെ നമ്മൾ ഫുഡ് ഇട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് ഇത്തിരി ചെറുതായില്ലേന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണത്തിന് ശേഷം നമുക്കിനി കലാപരിപാടികൾ തുടങ്ങാം. കലാപരിപാടികൾ ഇല്ലാണ്ടൊരു പരിപാടി ഇല്ലല്ലോ അല്ലേ. മകൾ സമ്മാനം എങ്കുതരാൻ മേലേ തങ്ക നിലാക്കിണ്ണം കുനുകുനിൻ ചെറുമറുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാ. തോളെ നീയെറിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരീരാരല്ലേ മണിമുത്തേ കൺമണി. ആ നോട്ടം കൂടെ നോക്കിയാ ഒന്നുകൂടെ നോക്കിയാ അവളിപ്പോ മിണ്ടുന്നില്ല, അതിന്റെ ഭാഷ കോമൾ കൺമണിതിലേവാ കനവിൻ തിരകളിൽ ഒഴുകിവാ നാടിൻ നായികയാകുവാ എന്നോമലേ ഉണർന്നീ. അമ്മ പുഴയുടെ പൈതലായി അന്നൊഴുകി കിട്ടിയ കണ്ണിയായി സ്വന്തമായി എന്നോമനെ ഉണർന്നീ. നിനക്കൊരു കുടം ചൂടാ ഞാനൊരു നരൻ വെണ്ണിലാവിൻ ചിറകിലേറി ഞാനുയരുമ്പോൾ
പ്രണയമുന്തിരി മീട്ടി എന്നെ വിളിച്ചതാരാണ് ആരുമറിയാതെ ആരോരുമറിയാതെ കവിത പോലെന്നിൽ നിറഞ്ഞതാരാണ്. ഇനിയൊന്നുമില്ല ഗോപാലനെ എന്നതിപ്പിക്കുന്ന പാടടി വെള്ളം കോരി കുളിപ്പിച്ചു പിന്നടിച്ചോളടി ചെയ്യാ എന്റെ മാറിപ്പാടും പോയടി കണ്ണു കണ്ണേ വരുതേ ദോഷം കളയാൻ ഒന്ന് കൊള്ളോർ കൂടവേ ഓലക്കുളത്തിരുന്നുയരാൻ ചെല്ലപ്പങ്കിളി എന്റെ ബാലഗോപാലനെ എന്നതിപ്പിക്കുമ്പോ പാടടി. ഇപ്പൊ സമയം ഓൾമോസ്റ്റ് 12 മണി ആവാറായിട്ടുണ്ട്. എല്ലാവരും പോയി. അപ്പോഴാണ് ഞങ്ങൾ ഇത് കണ്ടത് കേട്ടോ. ഇത് ആര് തന്നെ കൂടൂനെ ആന്റിയ ഇതാര് മുതൽ തന്നെ കൂടൂനെ ഇത് സോനു ഇഷിമോള് തന്നതന്നെ അല്ലേ. ഇത് കണ്ടോടെ കൂടൂന് പൊട്ടിക്കണം. കൊറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടി കൂടൂന് അല്ലേ. ഇത് പൊട്ടിക്കാം നമുക്ക്. കൂടൂന് ഇത് ഇപ്പൊ തന്നെ പൊട്ടിക്കണം. ഭയങ്കര നിർബന്ധം കൂടൂന്. അപ്പൊ നമ്മള് പൊട്ടിക്കുക അല്ലേ. പൊട്ടിട്ട് ഫിറ്റേജ് വരും. തച്ചോ ഫിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. സ്കൂട്ടറാണ് ബേബി സ്കൂട്ടർ. സ്കൂട്ടർ എന്ന് പറഞ്ഞവരട്ടോ ഇതൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വിചാരിക്കുന്ന സ്കൂട്ടറാണെന്ന് അല്ലേ ഏട്ടാ. സ്കൂട്ടറാണത്. ആമസോണിന്ന് ഓർഡർ ചെയ്ത എന്റെ ബില്ലിരിക്കണതില്. ബില്ലല്ല ആ പേര് അത് മിണ്ട് സ്ലിപ്പ് മിണ്ട് സ്കൂട്ടർ എന്ന്. വലിയ ആൾക്കാരെ സ്കൂട്ടറാണല്ലോ അത്. പക്ഷെ വെയിറ്റ് കൂടിയ സാധന. ബേബി സ്കൂട്ടർ വലിയ ആൾക്കാരത്. നന്നായി. അല്ല അവിടെ അല്ലെങ്കിൽ അവിടെ ഇരിക്കും. ഫിറ്റ് ആണെങ്കിൽ അവിടെ ഫിറ്റ് ചെയ്യാൻ സാധനങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ബേബി സ്കൂട്ടർ. You like it? ഇഷ ബേബി ഗിഫ്റ്റ് തന്നാണ് ബേബിക്ക്. ബേബിയുടെ 2 യൂണിറ്റ് ഇഷ ബേബിക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ട നമ്മള്. ഇഷ ബേബിക്ക് വേറെ സ്കൂട്ടർ വാങ്ങിക്കൊടുക്കാം കേട്ടാ. ഓക്കെ. ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചാണ്ടല്ലോ, ഒറ്റ ദിവസത്തെ വ്യത്യാസത്തിലാണ് കുടു ഇഷിമോള് ജനിച്ചത്. നാളെ ഇഷിമോളുടെ ബർത്ത്ഡേ ആണ്. Go. Yay!